കേരളത്തിൽ പൊതുവെ നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡെന്ന് കാണിച്ചുകൊണ്ട് അവർ ആദ്യം ആ പദ്ധതി നടപ്പിലാക്കും. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യും. അതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഈ കോൺട്രാക്ടർമാർ കൃത്യമായി ഏത് പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് നിർമ്മിച്ചതെന്ന് അവിടെ ആ ഒരു ബോർഡ് സ്ഥാപിക്കും. ബോർഡ് സ്ഥാപിച്ച് ഈ ഫോട്ടോ എടുത്ത് പ്രധാനമായും ആ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് പണം കൈപ്പറ്റുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ബോർഡിൻ്റെ രണ്ടാമത്തെ വരിയിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം. ഇതും പച്ചക്കള്ളം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടത്തുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി അതിൻ്റെ ഭാഗമായി കോൺട്രാക്ട് എടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നത് 760 കോടി രൂപയിലധികം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, ഈ റോഡ് നിർമ്മിക്കാനായി. പക്ഷേ ഇതിൻ്റെ ഒരു ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സുകളിലും കേന്ദ്ര ഫണ്ടാണ്, കേന്ദ്രത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്നത് പിണറായി സർക്കാർ പറയുന്നില്ല. കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികളെ ഇത്തരത്തിൽ അടിച്ചുമാറ്റി സ്വന്തം PR വർക്കിന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലേത് എന്ന തരത്തിലുള്ള ഒരു നാണക്കേട് നമ്മുടെ സംസ്ഥാനത്തിലെ ജനതകൾക്കുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രചരണമായി അല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമായി ഉയരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ പോലും അത് തുറന്നു പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നു. കഴിഞ്ഞ ദിവസം ഈ ഉദ്ഘാടനം, ഞാൻ നിൽക്കുന്ന എനിക്ക് പുറകിലായി കാണുന്ന ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഈ റോഡുകളുടെ ഉദ്ഘാടന പരിപാടി നടന്ന സ്ഥലം. അതിൻ്റെ ആ ഒരു വേദിയൊക്കെ ഇപ്പോൾ അഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് പുറകിലായി കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ സമയത്ത് കൗൺസിലർ ആര്യ രാജേന്ദ്രൻ BJP കൗൺസിലർമാരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗവും ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും ഇതിനൊക്കെ കൃത്യമായ ഒരു മറുപടി BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ടിൻ്റെ വകമാറ്റി അല്ലെങ്കിൽ ആ കേന്ദ്ര ഫണ്ടിൻ്റെ ഏതാണോ പദ്ധതി എന്ന് പുറത്തു പറയാതെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായി അതിനെ മാറ്റിക്കൊണ്ട് അതിനെ സർക്കാരിൻ്റെ PR വർക്കിനായി ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് പിണറായി സർക്കാർ മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ കൗൺസിലറായ അഡ്വക്കേറ്റ് ഗിരിയും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരം മൊത്തത്തിലൊന്ന് സ്മാർട്ടായി കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പദ്ധതി നടന്ന കാലഘട്ടം 2015 മുതൽ ഈ ഒരു കാലഘട്ടം വരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 10 വർഷം നീണ്ടു നിന്നു ഈ ഒരു പ്രവർത്തനം യാഥാർത്ഥ്യമാകാൻ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം നഗരത്തിൻ്റെ റോഡൊന്ന് സ്മാർട്ടായി കാണാൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ലാഗ് ഇവിടെ വന്നത്? 2015 നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലുള്ള സ്മാർട്ട് സിറ്റി പദ്ധതി ആവിഷ്കരിച്ചത്. 2016 അതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത്. ആ മത്സരം നടക്കുന്ന സമയത്ത് ശരിക്കും തിരുവനന്തപുരം നഗരസഭ ആ മത്സര പട്ടികയിൽ പോലും ഇടം പിടിച്ചില്ല. അത്രയും മോശമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടത്. ഒടുവിൽ ഇവിടുത്തെ മേയർ അന്നത്തെ നഗരവികസനകാര്യ മന്ത്രിയായിരുന്ന പിന്നീട് ഉപരാഷ്ട്രപതിയായ ശ്രീ വെങ്കയ്യ നായിഡുവിനെ പോയി കണ്ട സമയത്ത് യാതൊരു രാഷ്ട്രീയ വിവേചനവുമില്ലാതെ തിരുവനന്തപുരം നഗരസഭയെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതിയുടെ ഗുണഭോക്താവാൻ ഇവിടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധ്യമായത്. പക്ഷേ ആ 2016 മുതൽ വളരെ കാലത്തേക്ക് പുതിയ എന്ത് പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെയേറെ കാലതാമസം മനഃപൂർവ്വമായിട്ട് തിരുവനന്തപുരം നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഭരണസമിതി കൈക്കൊള്ളുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നഷ്ടപ്പെടുമെന്നുള്ളൊരു സാഹചര്യം പോലും ഇടയ്ക്കുണ്ടായിരുന്നു. ഒടുവിൽ കേന്ദ്ര സർക്കാർ തന്നെ അതിന് സമയം നീട്ടിക്കൊടുത്തത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ പദ്ധതി ജനങ്ങളുടെ മുന്നിൽ ആവിഷ്കരിക്കാൻ തയ്യാറായത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്ര കോടി രൂപയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിലേക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ 760.1 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുമുണ്ട്. പക്ഷേ കേരള സർക്കാരിൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്.
നിലവിൽ ഇപ്പോൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നഗരം അത് വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു കഴിഞ്ഞ ദിവസം ഈ ഉദ്ഘാടനം നടക്കാൻ സമയത്ത് BJPയുടെ പ്രതിനിധികളെയൊക്കെ ഈ ഒരു നഗരസഭയുടെ പരിധിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഉദ്ഘാടന വേദിയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്ത് BJP ആണ് ഈ നഗരസഭ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒഴിവാക്കിയത്? ഒപ്പം തന്നെ നഗരസഭ മേയറുടെ ഭാഗത്ത് നിന്ന് BJP കൗൺസിലർമാരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണവും ഉണ്ടാവുകയുണ്ടായി. അതിന് കാരണം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ ഈ റോഡുകളൊക്കെ തന്നെ കുഴിച്ചിട്ടിരുന്നിട്ട് അത് കൃത്യസമയത്ത് പരിപാലിക്കാതെ അതിൻ്റെ മോണിറ്ററിംഗ് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നഗരത്തിൽ വളരെ വലിയ വെള്ളക്കെട്ടുകൾ രൂപീകരിക്കപ്പെട്ടു. അന്ന് BJP തന്നെയാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കൊണ്ട് വഴുതയ്ക്കാട് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് BJP വരികയും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പദ്ധതികളൊക്കെ വളരെ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി നിർബന്ധിതരാകുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം അവരുടെ കൈകാര്യം ചെയ്തതിലുണ്ടായിട്ടുള്ള വീഴ്ചക്കുറവ് ഒക്കെ തന്നെ അവർക്കൊരു നാണക്കേടായിട്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിക്കും സ്മാർട്ട് സിറ്റിക്കും കേരള സർക്കാരിനുമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ BJP കൗൺസിലർമാർ ആ വേദിയിൽ പങ്കെടുക്കുവാനോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനോ അനുവദിക്കില്ല. എന്നാൽ ഈ പരമാർത്ഥങ്ങളൊക്കെ ഈ സത്യസന്ധമായിട്ടുള്ള വസ്തുതകൾ BJP പൊതുജന സമക്ഷത്തിൽ എത്തിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം BJP കൗൺസിലർമാരെയും BJP പ്രതിനിധികളെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെയും ഈ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർ മാറ്റി നിർത്തിയത്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമായി കാണാൻ സാധിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫോട്ടോകളും പതിപ്പിച്ച വലിയ ഫ്ലെക്സ് ബോർഡുകളാണ്. ആ ഒരു വലിയ ബാനറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതി അട്ടിമറിക്കുമ്പോൾ BJP പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പല സമയത്തും നമ്മൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യണം. എന്തൊക്കെ പദ്ധതികളാണ്, ഏതൊക്കെ റോഡുകളാണ്, എന്തൊക്കെ പദ്ധതികളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഭരണസമിതിയുടെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള സമീപനമാണ് മേയറുടെയും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങളിലൊക്കെ തന്നെ BJP തീർത്തും അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇതിലിപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ലോഗോ അവർക്ക് പ്രദർശിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇല്ലെങ്കിൽ ഈ ഫണ്ടിനെയൊക്കെ തന്നെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ലോഗോയുണ്ട്, അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് പൊതുജനങ്ങൾക്കറിയാം. പക്ഷേ കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റി എന്ന് പരാമർശിക്കാത്തത് മനഃപൂർവ്വമായിട്ടുള്ള BJPക്ക് കിട്ടാൻ പോകുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേൽക്കൈക്ക് അല്ലെങ്കിൽ നേട്ടത്തിന് അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു അംഗീകാരത്തിനെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയും ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. തീർച്ചയായിട്ടും നമ്പ്യാർ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും പ്രധാനം ആ സ്മാർട്ട് സിറ്റിയുടെ ലോഗോ എന്ന് പറയുന്നത് കൗൺസിലർ ഗിരി സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യൂട്ടിലിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഫണ്ട് അനുവദിക്കാൻ ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ ആ ഒരു ലോഗോ എങ്കിലും വച്ചില്ലെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന ഒരു ബോധ്യമുണ്ട്. അതേസമയം തന്നെ താഴെ നമ്മൾ ബോർഡിൽ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബോർഡിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പണി നടത്തിയത് ആരാണ്? നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നത് ആരാണ്? ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇതിലുള്ള ഇടപെടൽ എന്താണ്? ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് റോഡുകൾ മാത്രമല്ല നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ നിർമ്മിച്ചിട്ടുള്ള റോഡുകളിൽ പോലും ഇപ്പോൾ ഈ പറയുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ പൂർത്തീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കലാഭവൻ മണി റോഡാണ്. പക്ഷേ അതിൽ പോലും തിരുവനന്തപുരം നഗരസഭയെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി. തിരുവനന്തപുരം നഗരസഭയെ പോലും മാറ്റി നിർത്തിയിട്ട് അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നടന്ന പ്രവർത്തനമായിട്ട് ഒരു ഇല്ലാത്ത പൊള്ളക്കഥ കാണിച്ചുകൊണ്ട് വസ്തുതാപരമായി തെറ്റുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ചരിത്രം ഇതിൻ്റെ പിറകിലുണ്ട്. ഇത് കൃത്യമായിട്ട് അതിൻ്റെ മോണിറ്ററിങ് നടക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ കാലതാമസം ഉണ്ടായതും ഒടുവിൽ അവർക്കിഷ്ടമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് തന്നെ ഈ പദ്ധതി എത്തിച്ചേരണമെന്നുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി ഇതിൻ്റെ കീഴിലുണ്ടായിരുന്നു. അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ലോഗോ ഒട്ടിച്ച വണ്ടികളും മറ്റുമൊക്കെ തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിലുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് പക്ഷേ പലപ്പോഴായിട്ടുള്ള ടെൻഡർ നടപടികളുടെ കാലതാമസം കൊണ്ട് ഒടുവിൽ അവരിലേക്ക് തന്നെ എത്തിച്ചു കൊടുത്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ BJP കൗൺസിലർമാരുടെ പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്ന സമയത്ത് പോലും കേന്ദ്രം അനുവദിച്ച് നൽകിയ സമയത്ത് പോലും BJP കൗൺസിലർമാരെ ഒഴിവാക്കിയതും പ്രത്യേകിച്ച് നഗരസഭയിലുള്ള ആ ഒരു മീറ്റിങ്ങുകൾ ഇത് കൃത്യമായ ചർച്ച നടക്കാത്തതും ഇതിന് ഈ ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ്.
അതെ അതെ, പൂർണ്ണമായിട്ട് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ നിർത്തി തന്നെയാണ്. കാരണം ഈ പദ്ധതിയുടെ കൃത്യമായ വിശദാംശങ്ങൾ ഒരു കാരണവശാലും കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ഭരണസമിതിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ 115ഓളം ഇലക്ട്രിക് ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിലാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ലഭിച്ചത്. ഒരു 2000ഓളം സോളാർ തെരുവ് വിളക്കുകൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാപിച്ചത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിലാണ്. 600ഓളം വരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ, വിവിധ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സോളാർ വൈദ്യുതീകരിച്ചത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിലാണ്. പക്ഷേ ഇതൊന്നും തന്നെ അറിയരുത്. സ്മാർട്ട് സിറ്റിയുടെ കീഴിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടിലാണ് ഈ പ്രവർത്തനം ചെയ്തത് എന്ന് അറിയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്പ്യാർ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് റോഡുകളിൽ ഫ്ലക്സ് ഉയർത്തി അവകാശവാദം ഉന്നയിച്ച് സംസ്ഥാന മന്ത്രിയും സർക്കാരും. സംസ്ഥാനത്ത് 62 റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 12 റോഡുകൾ. ഈ റോഡുകളുടെ ഉദ്ഘാടനമാണ് ഇന്നലെ നിർവഹിക്കപ്പെട്ടത്. സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനില്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരം വില കുറഞ്ഞ PR തന്ത്രവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.